ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ മസ്താനിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 2 മാങ്ങ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിനായിട്ട് മാങ്ങ എടുക്കുമ്പോൾ നല്ല കളറും മധുരമുള്ളതും പുളിയില്ലാത്തതുമായ അൽഫോൺസ മാമ്പഴം പോലെയുള്ളവ എടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഒരു 1/4 കപ്പ് തണുത്ത പാൽ കൂടി ഇതിലേക്ക് ഒഴിക്കാം. പാലിൻ്റെ അളവ് കൂടിപ്പോകരുത്, നമുക്ക് നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർക്കാം. ഇനി ഇതൊരു 10 സെക്കൻഡ് കൂടി ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടുന്നത്. ഇത്രയും തിക്കായിട്ട് ഇരിക്കണം. അപ്പോൾ മാംഗോ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ചെറിയ പീസാക്കി അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മാങ്ങ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മാംഗോ ഷേക്ക് കുറച്ചൊഴിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ ബദാമും കാഷ്യൂനട്ടും കൂടി ഇടാം. കുറച്ച് പംകിൻ സീഡ്സ് നീളത്തിലരിഞ്ഞത് കൂടി ഇടാം. പംകിൻ സീഡ്സിന് പകരം പിസ്ത ചേർക്കാവുന്നതാണ്. കുറച്ച് ചെറി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇടാം. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നേരത്ത്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ ഷേക്ക് കൂടി ഒഴിക്കാം. നിറച്ചൊഴിക്കരുത്, നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ഐസ്ക്രീം വെക്കണം. ഇനി ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയ പീസാക്കി അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മാങ്ങ കൂടി ഇടാം. ഇനി നേരത്തെ ഇട്ടതുപോലെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും പംകിൻ സീഡ്സും നീളത്തിലരിഞ്ഞത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് ചെറി കട്ട് ചെയ്തത് കൂടി ചേർക്കണം. മാങ്ങയും ഐസ്ക്രീമും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ വരുമ്പോഴേക്കും ശരിക്കും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ചെറിയോടൊപ്പം ടൂട്ടി ഫ്രൂട്ടി പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്